Today, jopaaztrack is posting the second part of Veteran Colonel KRISHNA KUMAR's talk. അത് കഴിഞ്ഞിട്ട് ഞാൻ പീസ് സ്റ്റേഷനിലേക്ക് വന്നു. സോ ലൈക്ക് ഇൻ ഇൻഫൻട്രി ഓൾട്ടർനേറ്റ് ഒരു ഫീൽഡ് കഴിഞ്ഞാൽ ഒരു പീസാണ്. പീസ് ഇസ് മെന്റ് ഫോർ ട്രെയിനിങ്. ആക്ച്വലി പീസ് പറഞ്ഞാൽ നമ്മുടെ അത് ഒരു ലേമാൻസ് ലാംഗ്വേജ് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എ ടെന്യൂർ ടു എൻജോയ് ഓർ ടു ടേക്ക് റെസ്റ്റ് അല്ല. അതിനർത്ഥം ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ യു ആർ ടോട്ടലി ഡിപ്ലോയിഡ് ആൻഡ് ആക്റ്റീവ് വിത്ത് എനിമി. അപ്പോൾ നമുക്ക് വേറെ ഒന്നിനും ടൈമില്ല. ഈ എനിമിയെ നോക്കുക, അല്ലെങ്കിൽ അവരുടെ അഗേൻസ്റ്റ് ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ അവരുടെ ആക്ഷനെ പ്രിവെന്റ് ചെയ്യുക, ഇതായിരുന്നു. നമുക്ക് ട്രെയിനിങ്ങിനുള്ള ഫെസിലിറ്റി ഫീൽഡിൽ കിട്ടില്ല. അപ്പോൾ ഈ നെക്സ്റ്റ് ടെന്യൂർ പീസിൽ വരുമ്പോൾ ഇൻഫൻട്രി ബറ്റാലിയൻസ് ഓർ ദ ആർമി അവർ യു ഡു ട്രെയിനിങ്. അത് നല്ല സ്ട്രെയിനേഴ്സ് ട്രെയിനിങ് ആയിരിക്കും. പിന്നെ പീസ് പ്രൊമോഷൻ കിട്ടി. ഇത് ഫസ്റ്റ് തന്നെ. അപ്പോൾ ആർമിയിൽ ഞങ്ങളൊക്കെ ചേരുമ്പോൾ ഫസ്റ്റ് റാങ്ക് വാസ് സെക്കൻഡ് ലെഫ്റ്റനന്റ്. ഇപ്പോൾ ആ റാങ്ക് ഇല്ല. ഇപ്പോൾ വൺ ജോയിൻസ് ഡയറക്ട്ലി ആസ് ലെഫ്റ്റനന്റ്. അപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ സെക്കൻഡ് ലെഫ്റ്റനന്റ് റാങ്കിലാണ് കമ്മീഷൻ ആയത്. അന്നൊക്കെ 2 years സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയി കഴിഞ്ഞാൽ ദെൻ യു ഗെറ്റ് പ്രൊമോഷൻ ടു ലെഫ്റ്റനന്റ്. ആൻഡ് 5 years ആണ് ക്യാപ്റ്റന്. ബട്ട് വിതിൻ തേർഡ് ഇയർ യു ഗെറ്റ് സിൻസ് ദർ ഇസ് ലോട്ട് ഓഫ് വേക്കൻസി. തേർഡ് ഇയർ കഴിഞ്ഞാൽ നമ്മൾ ആക്ടിംഗ് ക്യാപ്റ്റൻ ആകും. അത് കഴിഞ്ഞിട്ട് 11 years വാസ് ദി റിക്വസിറ്റ് സർവീസ് ഫോർ ബിക്കമിങ് എ മേജർ. പക്ഷേ ഫീൽഡ് ഏരിയയിലാണെങ്കിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ആക്ടിംഗ് മേജറും ആകാം. അങ്ങനെ ഐ വാസ് ഫോർച്യുനേറ്റ്. തേർഡ് ഇയർ ഓഫ് സർവീസിന് ഞാൻ ആക്ടിംഗ് ക്യാപ്റ്റനായി. പിന്നെ 5th year സബ്സ്റ്റാൻറ്റീവ് ക്യാപ്റ്റൻ ആകുകയും വി വർ ഇൻ ഫീൽഡ് ഏരിയ ഇൻ സിയാച്ചിൻ ഗ്ലേഷ്യർ ആൻഡ് ഇൻ ലഡാക്ക് ഏരിയ. അപ്പോൾ 5.5 years ആയപ്പോൾ തന്നെ ഞാൻ ആക്ടിംഗ് മേജറുമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യങ് മേജർ. യെസ്. പക്ഷെ അത് ആക്ച്വലി ദാറ്റ്സ് എ ഡിഫറൻസ്. ആ യങ് മേജർ എന്ന് പറഞ്ഞാലും അത് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വെളിയിലത്തെ ആൾക്കറിയില്ല ദർ ഇസ് നോ ഡിഫറൻസ് ഫോർ എൻ ഔട്ട്സൈഡർ. ബട്ട് വിതിൻ ദ യൂണിറ്റ് ഓർ വിതിൻ ദ ഓർഗനൈസേഷൻ യു നോ ദാറ്റ് ഈസ് ആക്ടിംഗ് മേജർ. അപ്പോൾ അന്ന് ഇപ്പോൾ അല്ലെങ്കിലും മേജർ ഈസ് നൗ ഇറ്റ് ഇസ് ഓൺലി 5 years സർവീസ് റിക്വയർഡ് ഫോർ മേജർ. ബട്ട് ഇൻ ദോസ് ഡേയ്സ് വാസ് 11 years സർവീസ് റിക്വയർഡ്. And when you come to a piece or if you go to a unit where there is more number of officers, then you revert back to your substantive rank. അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ when I had 8 years of service, I went for my first staff posting. അതാണ് ഈ ഇൻഫൻട്രി ബറ്റാലിയൻ. ഞാനിപ്പോൾ 17 രാജ്പൂർ എന്ന് പറഞ്ഞിട്ട് അത് വിട്ടിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റാഫ് പോസ്റ്റിങ്ങിന് പോയി ആസ് ജനറൽ സ്റ്റാഫ് ഓഫീസർ ഗ്രേഡ് 3 GSO 3 ഇന്റലിജൻസ്. ഞാൻ പോയത് 100 മൗണ്ടൻ ബ്രിഗേഡ് സിലിഗുഡിയിൽ, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ വീണ്ടും ക്യാപ്റ്റനായി. എന്താ സബ്സ്റ്റാൻറ്റീവ് റാങ്ക് എൻ്റെ അതാണ്. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നു ഇയാളിപ്പോൾ മേജർ ആയിരുന്നില്ല, ഇപ്പോൾ എങ്ങനെ ക്യാപ്റ്റനായി. അന്ന് അങ്ങനെ ആയിരുന്നു പ്രൊമോഷൻ പോളിസി. അപ്പോൾ ദാറ്റ് വാസ് മൈ സ്റ്റാഫ് പോസ്റ്റിംഗ് ടു സിലിഗുഡി. ദാറ്റ് ഫോർമേഷൻ വാസ് ഡിപ്ലോയ്ഡ് ഫോർ ഇപ്പോഴത്തെ സിക്കിം ഗാങ്ടോക്കിൻ്റെ ബിയോണ്ടായിട്ട് അതായിരുന്നു ഞങ്ങളുടെ ഓപ്പറേഷൻ ഏരിയ. ആ 2 years അവിടെ ഇരുന്നിട്ട് വീണ്ടും ഞാൻ തിരിച്ച് 17 രാജ്പൂത്തിലേക്ക് തന്നെ വന്നു. വീണ്ടും മേജറായി. അവിടെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടായിരുന്നു? മേജർ ടാസ്ക് അഡ്മിൻ സൈഡ് ആണെങ്കിലും അവിടെ നമ്മൾ അവർ റോൾ വാസ് അഗേൻസ്റ്റ് ചൈന ബോർഡർ. അപ്പോൾ ഞാൻ ബ്രിഗേഡ് ഹെഡ് ക്വാർട്ടറിൽ ക്യാപ്റ്റൻ ഈസ് ജൂനിയർ മോസ്റ്റ് ഓഫീസർ. അപ്പോൾ എൻ്റെ ടാസ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അപ്പോയിൻമെന്റ് ഇന്റലിജൻസ് ആയിരുന്നു. ഇന്റലിജൻസ് ഗ്യാതറിംഗ് ആണ്. നമുക്ക് ഈ ഇന്റലിജൻസ് കിട്ടുന്നതിനെ കളക്ട് ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, അതിനെ ഡിസെമിനേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെയായിരുന്നു. അതല്ലാണ്ട് നമ്മുടെ സീനിയർ ഇല്ലാത്ത സമയത്ത് അങ്ങനത്തെ ഡ്യൂട്ടി നമ്മൾ ഒഫീഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ അത് വരുമ്പോൾ കൂടുതൽ ഇത് വരും, അല്ലെങ്കിൽ സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റീസ് വരും. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഇത് പീസ് ആണെങ്കിലും ഇതിൻ്റെ ഓവറോൾ ഇപ്പോൾ ഞങ്ങൾ സിലിഗുഡിയിലായിരുന്നെങ്കിലും ഞങ്ങളുടെ ഓപ്പറേഷണൽ റോൾ സിക്കിമിലായിരുന്നു. അപ്പോൾ വർഷത്തിൽ 2-3 മാസം ഞങ്ങൾ അവിടെ പോകും ഫെമിലറൈസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ആയിട്ട്. അതായത് ഒരു യുദ്ധം വരികയാണെങ്കിൽ നമ്മുടെ റോൾ അവിടെയാണ്. അപ്പോൾ അതിനുവേണ്ടി പോകും. അപ്പോൾ അത് വളരെ ചാലഞ്ചിങ് ആയിരുന്നു. ഇപ്പോഴും നമുക്ക് കേൾക്കാം സിക്കിമിൽ എപ്പോഴും നാച്ചുറൽ ഡിസാസ്റ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോയപ്പോഴും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എവറി ഓഫൻ യു ഹാവ് ലാൻഡ് സ്ലൈഡ്സ്, യു ഗെറ്റ് കട്ട് ഓഫ്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇതുപോലെ ഞങ്ങളുടെ വണ്ടി ക്രോസ് ചെയ്തതിന് ശേഷം ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വരുന്ന വണ്ടി പുറകിലായിരുന്നു. സോ 2 days വി വെർ ലെഫ്റ്റ് വിത്ത് നത്തിങ്. വി വെർ ജസ്റ്റ് ഇൻ ദ ഡ്രസ് വിച്ച് വി ആർ വെയറിങ്. അപ്പോൾ 2 ദിവസം. അപ്പോൾ അവിടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ വളരെ നല്ല ഇത് ചെയ്യും. Because this is a recurring thing and they are well equipped. So within 24 hours of this road getting blocked, they removed that and our vehicles could come on the 3rd day. It's our daily ongoing experience, and whenever there is bad weather, you can expect rolling stones, landslides, snowfall. ഇതൊക്കെ നടക്കുമ്പോൾ you talk as if something very simple enough. For us it is really can't even guess it. Okay.
യെസ് ഫോർ പീപ്പിൾ ഹു ഹാവ് നോട്ട് ബീൻ ദെയർ അതൊരു അപ്പോൾ എനിക്കും തന്നെ ഫസ്റ്റ് ടൈം ലൈക്ക് ഇതിപ്പോൾ എൻ്റെ ഇറ്റ്സ് നോട്ട് ഫസ്റ്റ് ടൈം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പൂഞ്ചിൽ ഫസ്റ്റ് ടൈം ഐ സോ സ്നോഫോൾ ഇറ്റ് വാസ് എ വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഞങ്ങൾ രാത്രി പെട്രോളിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ വി ഹാവ് ടു ഡു ഏരിയ ഡോമിനേഷൻ പെട്രോൾ. നമ്മുടെ ആ ലൈൻ ഓഫ് കൺട്രോൾ വരെ രാത്രി പെട്രോളിങ്ങിന് പോകണം. അത് രണ്ട് അവരും അതുപോലെ വരും, നമ്മളും പോവും. വി ഹാവ് ടു ബി കെയർഫുൾ. ഫയറിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നമ്മുടെ ജോബ് ഈസ് ടു എൻഷുർ ആക്റ്റീവ് ഏരിയ ഡോമിനേഷൻ. ദാറ്റ് ഈസ് വി ഷുഡ് നോട്ട് ലെറ്റ് ദ എനിമി കം ഇൻസൈഡ് അവർ ടെറിട്ടറി. അതാണ് അതിൻ്റെ മെയിൻ. അപ്പോൾ ഒരു ദിവസം രാത്രി ഇതുപോലെ പോയപ്പോൾ സ്നോഫോൾ തുടങ്ങി. അതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ കമ്മീഷനായിട്ട് 2-3 മാസമായിട്ടുള്ളൂ. അതാണ് എൻ്റെ ഫസ്റ്റ് സ്നോഫോൾ. അപ്പോൾ അത് രാത്രിയിലായിരുന്നു. അപ്പോൾ ഈ സ്നോ ഫ്ലേക്സ് വീടുമ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ എൻ്റെ ട്രൂപ്സിനൊക്കെ അറിയാം, ദേ ആർ ഓൾറെഡി ബിൻ ദെയർ ബിഫോർ ആൻഡ് ഹാവിങ് മോർ സർവീസ് ദാൻ മീ. അപ്പോൾ അത് പറഞ്ഞ് ഇതിങ്ങനെയാണ് സ്നോഫോളാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു 3 മണിക്ക് തിരിച്ചെത്തി. ഞാൻ എൻ്റെ ബങ്കറിൽ കയറി കടന്നു ഉറങ്ങി. ടു റെസ്റ്റ്. ആഫ്റ്റർ ദാറ്റ് മോർണിംഗ് എത്തിയപ്പോൾ എൻ്റെ ഡോറുണ്ട്, അത് വെളിയിലേക്ക് തുറക്കുക. അത് തുറക്കാൻ പറ്റുന്നില്ല. അതാണ് അപ്പോഴാണ് എനിക്ക് അപ്പോൾ ഐ ഗോട്ട് ഷോക്ക്. എന്ത് പറ്റി, ആരോ വെളിയിൽ പൂട്ടിയിരിക്കുകയാണെന്ന് ഞാൻ നോക്കി. അപ്പോൾ എന്താണ് ആ സ്നോ ഫുൾ ദർ വാസ് അറൌണ്ട് 4.5 feet ഓഫ് സ്നോ ആൻഡ് ദിസ് ഡോർ വാസ് നോട്ട് ഓപ്പണിംഗ് ബിക്കോസ് ഔട്ട്സൈഡ് മൊത്തം അത്രയും സ്നോ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവർ ഷവൽ കൊണ്ടുവന്ന് അതൊക്കെ മാറ്റി ഡോർ തുറന്നു. അപ്പോൾ അതാണ് എൻ്റെ ഐ കനോട്ട് ഫർഗെറ്റ് ദാറ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. സിമിലർലി ഇപ്പോൾ ലൈക്ക് യു ടോൾ നമുക്കതൊക്കെ അപ്പോൾ നമുക്കത് നാച്ചുറലായിട്ട് തോന്നും. ബട്ട് ഐ റിമെമ്പർ ലൈക്ക് വെൻ ഇറ്റ് വാസ് ഫസ്റ്റ് ടൈം ഫോർ മീ. എനിക്കും അത് വളരെ ഒരു കൗതുകവും ഒരു ഇതായിരുന്നു. ഇറ്റ് ഇസ് എ ഗ്രേറ്റ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് യു came back to again regiment. Yes, from Siliguri after doing my completing my staff tenure, I came back to my battalion. By that time, battalion had moved to Assam again into field area. അപ്പോൾ അവിടെ ഇൻസർജൻസി ആയിരുന്നു. അപ്പോൾ സിലിഗുഡിയും ആസാമും തൊട്ടടുത്ത് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ. ഇറ്റ് ഇസ് മേ ബി ജസ്റ്റ് 8 hours or 10 hours ജേർണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എൻ്റെ യൂണിറ്റിലേക്ക് പോയി. അപ്പോൾ അന്ന് യൂണിറ്റ് ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരുന്നു. അന്ന് ഈ കൗണ്ടർ ഇൻസർജൻസിയിലായിരുന്നു യൂണിറ്റ്. അന്ന് ഈ അൽഫ പ്രോബ്ലം നടക്കുമായിരുന്നു. സെക്കൻഡ്ലി ദർ വാസ് ഓൾസോ ബോഡോ പ്രോബ്ലം. അപ്പോൾ ഞാൻ യൂണിറ്റ് തിരിച്ച് ജോയിൻ ചെയ്ത സമയത്ത് അവിടെ വലിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. ബോഡോസ് വെയർ ഓൺ ദി റാംപേജ് ആൻഡ് കുറേ വില്ലേജസ് എല്ലാം കത്തിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ ബറ്റാലിയൻ ഓൾറെഡി അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, ആദ്യത്തെ ഫീൽഡ് എക്സ്പീരിയൻസ് അഗൈൻസ്റ്റ് എനിമി ആയിരുന്നെങ്കിൽ this is a different kind of enemy. You cannot call them enemy. They are our own citizens, but they were into insurgency. അപ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു ആസാം ടെന്യൂർ. ആ 2 yearsും ഓൾമോസ്റ്റ് ഇനിഷ്യലി 5-6 months against the Bodos and then against the Alpha militants. Meanwhile, was there any accident for your staffs or anything? Tragic stuff. അതെ, as a challenge you can say. ഇപ്പോൾ ഞാൻ ഗ്ലേഷ്യറിനെ പറ്റി പറഞ്ഞില്ല. മൈ സെക്കൻഡ് ടെന്യൂർ വാസ് ഗ്ലേഷ്യർ, സിയാച്ചിൻ ഗ്ലേഷ്യർ. സിയാച്ചിൻ ഗ്ലേഷ്യർ ഈസ് ദി ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ഇൻ ദി വേൾഡ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണത് ഇറ്റ് ഇസ് 19,000 to 21,000 feet. അപ്പോൾ ഓൾ ത്രൂ ഔട്ട് ദി ഇയർ അവിടെ -sub-zero ടെമ്പറേച്ചറിനാണ്. ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഓഫ് ഐസ്. അതിലാണ് താമസവും നമ്മുടെ പോസ്റ്റും അതിലാണ്. അപ്പോൾ അവിടെ ആൻഡ് ദാറ്റ് ഈസ് എ അൺഡിക്ലെയർഡ് വാർ ആയതുകൊണ്ട് ഇറ്റ് ഇസ് എ പ്രോപ്പർ മറ്റേ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നോ വാർ നോ പീസ് ലൈക്ക് സിറ്റുവേഷൻ ആണ്. അത് ഡെയിലി ഫയറിംഗ് നടക്കുമെങ്കിലും അതിനെ ആരും ഇവൻ വിതിൻ ദി ആർമി നോബഡി കോൾസ് ഇറ്റ് വാർ. വേറാസ് ഈ ഗ്ലേഷ്യർ ഇറ്റ് ഈസ് എ വാർ ലൈക്ക്. അത് പ്രോപ്പർ ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. ഇറ്റ് ഈസ് പറയുന്നത് മാത്രമല്ല, ഇറ്റ് ഈസ് എൻ ഓപ്പറേഷൻ. അതൊരു വാർ ലൈക്ക് സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ ദർ ഈസ് ടു ബി ഡെയിലി ഹെവി ഫയറിംഗ്. വേറാസ് ഇൻ ലൈൻ ഓഫ് കൺട്രോൾ ഒരു സ്മോൾ ആംസ് ഫയറിംഗ് ആയിരുന്നുവെങ്കിൽ ഇവിടെ ഈവൻ RT ഫയറിംഗ്, RT ഷെല്ലിംഗ് ഷുഡ് ടേക്ക് പ്ലേസ്. ആൻഡ് ഇവിടെ ഇടയ്ക്കൊക്കെ ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയ ദിവസം തന്നെ ഞങ്ങളുടെ ഫസ്റ്റ്ലി വളരെ ട്രാജിക് ഇൻസിഡൻറ്റ്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് മുമ്പുള്ള യൂണിറ്റ് നമ്മൾ റിലീവ് ചെയ്യും. ഒരു യൂണിറ്റ് അവിടെ 6 മാസം ഇരിക്കുമ്പോൾ അടുത്ത യൂണിറ്റ് വന്നിട്ട് ഇവരെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഗ്ലേഷ്യർ സച്ച് എ ടഫ് ലൈക്ക് ദാറ്റ് യൂണിറ്റ് ഓൺലി സ്പെൻഡ് 6 months ഇൻ ദാറ്റ് പ്ലേസ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓൺ അറൈവൽ വി വർ ടേക്കൻ ടു there was a military funeral. It is very tragic thing. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു ബോഡി. ഇൻ ദോസ് ഡേയ്സ് അന്നൊക്കെ nowadays as a routine or as a policy when a soldier dies the mortal remains always sent to his hometown. Okay. അന്നതുണ്ടായിരുന്നില്ല. Firstly due to the remote location and also the difficulties involved then in transporting the mortal remains. അപ്പോൾ അത് പറയുമ്പോൾ though as a civilian it is a bit gross, but അന്ന് ഞാൻ കാണുമ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ യങ്സ്റ്റേഴ്സാണ്. അന്ന് എനിക്ക് 3 കൊല്ലം സർവീസേ ഉള്ളൂ.
അപ്പോൾ ഞങ്ങൾ ആ ക്രിമേഷൻ പോയപ്പോൾ ആ ബോഡി അത് കണ്ടപ്പോൾ അത് തുണിയിൽ പൊഞ്ഞിരിക്കുകയാണ്. ബട്ട് ടു മൈ ഷോക്ക് ഐ ഫൗണ്ട് ഇറ്റ് ഈസ് വെരി ഷോർട്ട്. അപ്പോൾ എനിക്ക് ആകെ തല പോലെ കാണാം, ബോഡി ഈസ് വെരി ഷോർട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ, അപ്പോഴാണ് ഞാൻ അറിയണത് ഈസ് ലോവർ ലിംസ് ആർ നോട്ട് ദർ ഇൻ ദ ബോഡി. അപ്പോൾ അവിടെ സിൻസ് ഇറ്റ് ഈസ് സബ് സീറോ ടെമ്പറേച്ചർ, ഈ റിവർ മോട്ടീവ് സെറ്റ്സ് ഇൻ വെരി ഫാസ്റ്റ് ബോഡി. അപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ ബോഡിയും ഫിറ്റ് ആകില്ല. അപ്പോൾ ഇഫ് സംബഡി ഹാസ് ഫാളൻ ഇൻ ടു എ ക്രിവാസ് ആൻഡ് ദ ബോഡി ഹാസ് ബീൻ റിക്കവേർഡ്, അപ്പോൾ ഈ മോർട്ടൽ റിമെയിൻസിനെ ക്രിമേറ്റ് ഇൻ ദ ബോഡി ഈസ് ഓൺലി ദ അപ്പർ പോർഷൻ, സോ ദാറ്റ് ഫിറ്റ്സ് ഇൻ. അപ്പോൾ അതെനിക്ക് വളരെ ഒരു ഇതായി തോന്നി. ഇറ്റ് ആക്ച്വലി ഷുക്ക് മീ ദാറ്റ് ഹൗ വാട്ട് ഈസ് ദ കണ്ടീഷൻ ദർ. അപ്പോൾ ഞങ്ങളുടെ സിഒ ഒന്ന് സംസാരിക്കുമ്പോൾ യു ഹാവ് ടു ഫോളോ ഓൾ ഡ്രിൽസ്. അപ്പോൾ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക, ഫോളോ ഓൾ ഡ്രിൽസ്, അതൊക്കെ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ മിനിമൈസ് ഡേഞ്ചർ ടു ഓൺ ട്രൂപ്സ് ആൻഡ് ടു അവർ ലൈഫ്സ്. അപ്പോൾ വി വെൻറ്റ് അബൌട്ട് അവർ ട്രെയിനിങ്. അതിന് ഒരു മാസത്തെ ട്രെയിനിങ് ഉണ്ട്. ഐസ് ക്രാഫ്റ്റ്, ഈ റോക്ക് ക്ലൈംബിങ്, ഐസ് ക്ലൈംബ് ഇതൊക്കെ യൂസ് ചെയ്യുക. ആൻഡ് വി ഗോട്ട് ഇൻഡക്റ്റഡ്. ആൻഡ് ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് പ്രൈഡ്. ഞങ്ങളുടെ ബറ്റാലിയൻ, ഞങ്ങളുടെ സിഒ എന്ന് പറഞ്ഞത് വി വെർ ദ ഫസ്റ്റ് ബറ്റാലിയൻ ടു കം ഔട്ട്. ഇത് സംഭവിച്ചത് 1991 ഞങ്ങൾ സിയാച്ചിൻ ഗ്ലേഷ്യർ. ആൻഡ് ദിസ് ഗ്ലേഷ്യർ വാർഫെയർ സ്റ്റാർട്ടഡ് സംവെയർ ഇൻ 84. ആൻഡ് 84 to 91 ടിൽ ദെൻ നോ യൂണിറ്റ് ഹാഡ് കം ഔട്ട് വിത്തൗട്ട് സഫറിംഗ് ഫേറ്റൽ കാഷ്വാലിറ്റീസ്. എന്നുവെച്ചാൽ എനിമി ഫയറിങ്ങിൻ്റെ കാഷ്വാലിറ്റീസ് ഉണ്ടാവും. ആൻഡ് യു ഹാവ് ഓൾസോ കാഷ്വാലിറ്റി ഡ്യൂ ടു ബാഡ് വെതർ. അപ്പോൾ അവിടെ ഈ ഹാപ്പോ എന്ന് പറഞ്ഞ ഒരു സിക്നസ് ഉണ്ട്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് പൾമിനറി എഡീമ. അതായത് നമ്മുടെ ലങ്സിൽ വെള്ളം കയറും. അപ്പോൾ അത് ദാറ്റ് ഇസ് എ നാച്ചുറൽ പ്രോബ്ലം വെൻ യു ഗോ ടു ഹൈ ഓൾട്ടിറ്റ്യൂഡ്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് പറഞ്ഞാൽ ഇത് സൂപ്പർ ഹൈ ഓൾട്ടിറ്റ്യൂഡ്, ഇസ് നോട്ട് ലൈക്ക് ലേ. ദിസ് ഇസ് 19,000 feet. The only way out of the treatment is to immediately lower the patient to a lower altitude and evacuate him to the hospital. അപ്പോൾ അവിടെ helicopters can come for evacuation only when there is fair weather. So ഞാൻ പറയുന്നത് 1984 തൊട്ട് 91 വരെ ഈച്ച് ബറ്റാലിയൻ വിച്ച് വെൻ ഹാഡ് സഫേർഡ് കാഷ്വാലിറ്റീസ് either due to enemy action or due to bad weather or due to non-timely evacuation, timely evacuation not being possible. അപ്പോൾ ഞങ്ങളുടെ വി വർ ദ ഫസ്റ്റ് ബറ്റാലിയൻ ദാറ്റ് ടൈം ടു കം ഔട്ട് വിത്തൗട്ട് എ സിംഗിൾ ഫേറ്റൽ കാഷ്വാലിറ്റി. ആക്സിഡന്റ് ആയിരുന്നു ചോദിച്ചു, ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ബട്ട് വി വർ ഫേറ്റൽ ആയിരുന്നില്ല. So we had people who had got their limbs removed, RT shelling, sharpenal കൊള്ളുക, സ്പ്ലിന്റർ കൊള്ളുക, അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. I was എന്താ പറയുക, witness to such things. But fortunately we had the our training was good enough, our preparation and the precautions we took were good enough, and by the grace of God we were the first battalion to come out of that place without suffering a fatal casualty. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അത് കഴിഞ്ഞിട്ട് after that you came to Assam. After that I came to Madhya Pradesh. From there I went to Siliguri as staff posting. After I came to Assam insurgency ഞാൻ പറഞ്ഞു, ഈ ബോർഡേഴ്സ് ഉണ്ട്. So 2 years ആസാമിലായിരുന്നു. അവിടെ ഇറ്റ് ഇസ് നോട്ട് സോ. അവിടുത്തെ മിലിറ്റൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ സിൻസ് ഐ ഹാവ് ലേറ്റർ ഓപ്പറേറ്റഡ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഓൾസോ, ആസാം മിലിറ്റൻസി അത്ര ഇതായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് സോ സിവിയർ ഇൻ കമ്പാരിസൺ ടു ജമ്മു ആൻഡ് കാശ്മീർ ഓർ എർസ്റ്റ്വൈൽ നാഗാലാൻഡ്. ഇതിനു മുമ്പ് നാഗാലാൻഡ് വാസ് ഓൾസോ എ വെരി ഹോട്ട് ബെഡ് ഓഫ് മിലിറ്റൻസി. പക്ഷെ അത് അപ്പോഴേക്കും അവിടെ സീസ് ഫയർ ആയി കഴിഞ്ഞിരുന്നു. ഈ ബോഡോസ് വാസ് എ എത്നിക് പ്രോബ്ലം. അവർക്കൊരു ഓട്ടോണോമസ് റീജിയൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു. ബട്ട് ദെയർ വേ ഓഫ് ഡൂയിങ് ഇറ്റ് വാസ് ബാഡ്. ദേ വർ ബേണിംഗ് വില്ലേജസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോൾ ഓൾറെഡി ദിസ് വാസ് ഗോയിങ് ഓൺ. So there I was eyewitness to so they were using still primitive, like Bodos, they are torching villages, and you will be surprised in this age also, they were using bows and arrows. അത് നമുക്ക് വിഷയം കേട്ടിട്ടോ. ഇപ്പം ഞാൻ കണ്ണുകൊണ്ട് കാണാൻ പറ്റി. അപ്പോൾ അതിൽ ഈ ആരോ എന്താ അറിയോ, നമ്മുടെ ഈ സൈക്കിളിലുള്ള സ്പോക്കില്ല, അതിൻ്റെ മൂർച്ചവെത്തിയ എൻഡില് പോയ്സന് വിടുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വല്ല പണ്ട് കാലത്ത് നിനക്ക് നടക്കുന്ന സംഭവം കേട്ടിരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇറ്റ് വാസ് ഐ ഓപ്പണർ ടു മീ. ഞാൻ ഐ റിയലി സോ ആൻഡ് ഐ സോ എ യങ് ചൈൽഡ്, എ ടോഡ്ലർ ബീങ് ഹിറ്റ് ബൈ ദിസ്. ഇതൊരു വളരെ ഒരു മൂവിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ബട്ട് അതൊക്കെ നമ്മൾ വിതിൻ 2-3 days വി ക്വൽഡ് ദ പ്രോബ്ലം. ആസ് സൂൺ ആസ് ദി ആർമഡ് ഫോഴ്സസ് റീച്ച് ദെയർ, ദിസ് പ്രോബ്ലം വാസ് സോർട്ടഡ് ഔട്ട്. പിന്നെ ആസാം മിലിറ്റൻസി, അതൊക്കെ സ്പൊറാഡിക് ഇൻസിഡൻസ് ആയിരുന്നു. സോ അവർ ഏരിയ, യു ആർ ഗിവൻ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി ടു കീപ് ഇറ്റ് അണ്ടർ കൺട്രോൾ. സോ
So fortunately, by the grace of God, എനിക്ക് കിട്ടിയ റെസ്പോൺസിബിലിറ്റി അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. There was no untoward incident and we were successful in maintaining the peace in that region which അത് കഴിഞ്ഞിട്ട് I came to my next peace posting. Again, it was in staff and I came to a unit known as Embarkation Headquarters in Chennai. അപ്പോൾ അത് വളരെ സന്തോഷമായിരുന്നു. In meanwhile, I forgot to mention, I got married while I was towards the end of my tenure in Siliguri. Okay. And എൻ്റെ വൈഫ് പെരുമ്പാവൂരിന്നാണ് and wife totally civilian background എന്നാണ് and she had never been outside Kerala till that time. So how could she cope up? Yes, so it was a cultural shock to her also, like only speaking in Malayalam, though she is English literature educated. But it was a first time exposure outside Kerala for her, and she spent 6 months with me in Siliguri, and that was a learning experience for her, seeing the army way of life and our mess culture and meeting with other officers and ladies. And within 6 months of my going there, I got posted back to my unit, which was in field, so I had to come to drop my wife because in field area families are not permitted. അപ്പോൾ ഞാൻ വൈഫിനെ അവിടെ തിരിച്ചുകൊണ്ടാക്കിയിട്ടാണ് ആസാമിലേക്ക് പോയത്. അപ്പോൾ we were separated, and after marriage we had only 6 months together, and after that these 2 years of field posting. So it was a joy for me and my wife when I got posted to Chennai. ഒന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുമാണ്, പിന്നെ അതൊരു പീസ് പോസ്റ്റിങ്ങുമാണ്. അപ്പോൾ we happily moved to Chennai. Meanwhile, my son was also born, and he was 2 years old when we went to Chennai. Chennai tenure was also a different experience. അതൊരു ട്രൈ സർവീസസ് ഓർഗനൈസേഷൻ. ഈ എംബാർക്കേഷൻ ഹെഡ്ക്വാർട്ടർ പറയുന്നത് മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യണതും ഈ ലോജിസ്റ്റിക്സ് കൺട്രോൾ ചെയ്യുന്നത് ഓർഗനൈസേഷൻ. അതിൽ ഞങ്ങളുടെ കമഡാൻറ്റ് നേവൽ കമഡോർ ആയിരുന്നു, അതിൽ എയർഫോഴ്സ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു, ആർമി ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഡീലിംഗ് വിത്ത് മൂവ്മെൻറ്റ് ഓഫ് by rail, road and ships for the tri-services organization. And during this tenure, air movement. I forgot to mention the air movement. That DQ, I was posted as DQ rail. I was looking after the rail movement. So there was a DQ air and also shipping. The naval officer was doing the shipping part, and an air force officer was doing the air. So that air component was in Meenambakam. ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടർ ഫോർട്ട് സെൻറ്റ് ജോർജിലായിരുന്നു. വളരെ ഒരു ഹിസ്റ്റോറിക് പ്ലേസാണ് ചെന്നൈയിൽ. പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു അത് ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇറ്റ് വാസ് ഡ്യൂരിങ് ദാറ്റ് ടൈം ദിസ് ഓഫ് വിജയ് കേം അപ്പ്. ആൻഡ് അപ്പോൾ എൻ്റെ യൂണിറ്റ് അഗൈൻ മൂവ് ടു JNK. ആൻഡ് അന്ന് ഈ ആക്റ്റീവ് ബറ്റാലിയൻസിൻ്റെ ഓഫീസിനെ തിരിച്ച് യൂണിറ്റിലേക്ക് അയക്കും ഉടനെ യുദ്ധം തുടങ്ങിയ സ്ഥിതിക്ക്. ബട്ട് സിൻസ് ഐ വാസ് ഇൻ എംബാർക്കേഷൻ, വി വർ ഡൂയിങ് എ ഇമ്പോർട്ടൻറ്റ് റോൾ. Though my unit took up the case, but Army Headquarters didn't move me to my unit because I was also doing an important role. Avade ee movement, ee war-like situational movement, there was a lot of movement of these tanks from HVF Audi, and also movement of the brigade in Andaman Nicobar Islands. Andaman Nicobar Islands, this was, since it was going to be an almost all-out war, India had not spared any effort. അതായത് പാകിസ്ഥാൻ്റെ മുകളിൽ പ്രഷർ ഇടാനായിട്ട് ഇന്ത്യ വെന്റ് ഓൾ ഔട്ട് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ്. അപ്പോൾ ഈ ടു ദ എക്സ്റ്റെൻറ്റ്, otherwise it was okay. The Andaman Nicobar had only one brigade and there was enough army available on the western border, but India wanted to show that we meant business and we moved even the brigade. അപ്പോൾ അന്ന് I was very heavily involved in the movement of this brigade, bringing them from Port Blair to Chennai first, and then sending them in train from Chennai to their op role, which was somewhere in the western theatre. And also there was movement of ammunition, and also movement of these tanks which I told earlier. അപ്പോൾ അങ്ങനെ it was a very busy, അല്ലെങ്കിൽ അത് വളരെ ഒരു നല്ല ടെന്യൂർ ആയിരുന്നു എനിക്ക്. ബട്ട് ഫോർ ദിസ് പീരിയഡ് ഓഫ് ഓഫ് വിജയ്, അത് ഫാമിലിയുമായിട്ട് താമസിക്കാനും എൻ്റെ മോനെ അന്ന് KG സ്കൂളിൽ ചേർത്തിയതും അല്ലാണ്ട് ഇടയ്ക്ക് നാട്ടിൽ വരാൻ, സിൻസ് ഇറ്റ് വാസ് ഓവർ നൈറ്റ് ജേർണി. ആൻഡ് സോ ഫാർ ഐ വാസ് ഓൾവേസ് പോസ്റ്റഡ് ഇൻ നോർത്ത് ഇന്ത്യ. ദിസ് വാസ് ദി ഫസ്റ്റ് ടൈം ഐ ഗോട്ട് സൗത്ത് ഇന്ത്യ. അപ്പോൾ രാത്രി കയറിയാൽ രാവിലെ വീടെത്തും. ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ 2 കൊല്ലം ഈ സ്റ്റാഫ് പോസ്റ്റിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ പോയി എൻ്റെ യൂണിറ്റ്. അപ്പോൾ ഷാജാൻപൂരിലായിരുന്നു. UP ബിറ്റ്വീൻ ലക്നൗ ആൻഡ് ബറേലി. അപ്പോൾ ഞാൻ പോയപ്പോഴേക്കും അത് ടെന്യൂർ കഴിയാറായി ഷാജാൻപൂർ, ആൻഡ് ദേ വർ ടു മൂവ് ബാക്ക് ടു പൂഞ്ച്. അപ്പോൾ ഞാൻ ആദ്യം വരുന്ന സ്ഥലം, അതായത് ഞാൻ സെക്കൻഡ് ലെഫ്റ്റനന്റ് പോയ അതേ സ്ഥലത്തേക്ക് വീണ്ടും ആസ് എ മേജർ നോ ഐ വെന്റ് ആസ് എ OC അഡ്വാൻസ് പാർട്ടി. ബട്ട് സിറ്റുവേഷൻസ് ഹാവ് ചേഞ്ച്. അന്ന് പോയപ്പോൾ നമുക്ക് പാകിസ്ഥാനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. വി വർ ഓൺലി ഡൂയിങ് ദ ലൈൻ ഓഫ് കൺട്രോൾ ബോർഡർ മാനേജ്മെന്റ്. whereas now insurgency had come to Jammu and Kashmir, and ഇപ്പോൾ ഞങ്ങളുടെ റോള് മോർ ഓഫ് കൗണ്ടർ ഇൻസർജൻസി ആയിരുന്നു.
and counter terrorism. അപ്പോൾ ഇവിടെ ഇപ്പോൾ വളരെ ആക്റ്റീവായിരുന്നു. ടെററിസ്റ്റ് വെർ സ്നീക്കിംഗ് ഇൻ ഫ്രം പാകിസ്ഥാൻ. അപ്പോൾ ആ ഇൻഫിൽട്രേഷൻ തടയലും ഇവരെ അവിടുന്ന് ദേവർ ഓൾറെഡി വിതിൻ ദി ഇൻസൈഡ് അവർ ടെറിട്ടറി ഇൻ ദ വില്ലേജസ് ഓർ ഇൻ ദ റൂറൽ അവരെ അവിടുന്ന് കണ്ടുപിടിക്കുക ആൻഡ് ടു അപ്രിഹെൻഡ്. അതായിരുന്നു നമ്മുടെ റോൾ. അപ്പോൾ ദിസ് 2 years വാസ് അഗെയിൻ വെരി ചാലഞ്ചിങ്. അപ്പോൾ എന്തെങ്കിലും അവിടെ ഇൻസിഡൻസ് ടു യുവർ സ്റ്റാഫ് വെർ യു ആർ സേഫ്? We were safe, but there were many incidents. Like ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യു ടേക്ക് പ്രിക്കോഷൻസ്, അല്ല ഞാൻ പ്രിക്കോഷൻ എടുത്താലും കാഷ്വാലിറ്റി സംഭവിക്കാം. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് നമ്മളൊക്കെ പറയും You can reduce the casualty. Yes, you can reduce the casualty, and also you need some luck and grace of God. ഞങ്ങളെപ്പോഴും ഇപ്പോൾ നമ്മളൊന്നും അത്ര ആർമിയിലോ സർവീസിലോ അത് റിലീജിയസ് അല്ലെങ്കിലും ഈ ബിലീഫ്സ് ആർ ദർ. അപ്പോൾ ഞങ്ങളുടെ ട്രൂപ്സൊക്കെ വളരെ റിലീജിയസ് മൈൻഡ്. അപ്പോൾ എവിടെ പോയാലും യൂണിറ്റിൻ്റെ ഒരു റിലീജിയസ് പ്ലേസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എന്താ പറയുക പ്രേയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കും. സോ വി ഓൾവേസ് സേ ദാറ്റ് ഇറ്റ് ഇസ് ദ ഗ്രേസ്. അപ്പോൾ നമ്മൾ ഒരു കാഷ്വാലിറ്റി കൂടാതെ പുറത്തിറങ്ങുമ്പോൾ വി ഓൾവേസ് ഫീൽ ഓക്കെ വി ആർ ലക്കി ഓർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ദയർ വിത്ത് us. അതർവൈസ് ഇൻസിഡൻസ് വെർ വെരി കോമൺ. അപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട്. നമ്മുടെ നെയ്ബറിംഗ് ബറ്റാലിയന് സംഭവിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കാം. അപ്പോൾ ഞങ്ങൾ സിമിലർലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ടൈം ഗ്ലേഷ്യറിൽ പോയപ്പോൾ നമ്മളൊരു ബോഡിയുടെ ക്രിമേഷനാണ് നമ്മൾ അന്ന് കണ്ടത്. അതുപോലെ ഞങ്ങൾ ഈ റിലീവ് ചെയ്യാവുന്ന യൂണിറ്റിനെ ആസ് OC അഡ്വാൻസ് പാർട്ടി ഞങ്ങൾ ഇവിടെ പൂഞ്ചിൽ പോയപ്പോൾ അപ്പോൾ ദർ വാസ് ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഈ മൗണ്ടൻസ് കൂടെ നടക്കുമ്പോൾ അപ്പോൾ ഒരു ഡൗട്ട്, യുവർ ഓഫീസർ കമാൻഡിംഗ് ദർ അറ്റ് ദ ടൈം? ഐ വാസ് ഓഫീസർ അഡ്വാൻസ്, അതായത് ഈ യൂണിറ്റിൽ ഓഫീസർ കമാൻഡിംഗ് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കമ്പനി കമാൻഡർ ഉണ്ട്. സോ ഐ ഓൾറെഡി ഇൻ ആസാം ഐ വാസ് ദാറ്റ് ആസ് എ മേജർ. ഐ വാസ് ദ കമ്പനി കമാൻഡർ ഓഫ് ദറ്റ് കമ്പനി. നൗ ഐ വാസ് നോട്ട് യെറ്റ് ലെഫ്റ്റനന്റ് കേണൽ, ബട്ട് generally the 2IC of the lieutenant colonel is a 2IC. Okay. അപ്പോൾ 2IC of the battalion sent as the OC advance party. അതായത് ഒരു ബറ്റാലിയൻ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു അഡ്വാൻസ് പാർട്ടി പോകും ആദ്യം. എന്നിട്ട് ആ യൂണിറ്റിനെ റിലീവ് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ മെയിൻ ബോഡി അതായത് ബാക്കിന്റെ ബറ്റാലിയൻ പിന്നെ വന്ന് അവിടെ ജോയിൻ ചെയ്യും. അങ്ങനെയാണ്. അതായത് അവിടെ സ്ഥലം അത്രേ ഉണ്ടാവുള്ളൂ. അഡ്വാൻസ് പാർട്ടി, അതിന് അഡ്വാൻസ് പാർട്ടി പറയും. അപ്പോൾ ഞാൻ ഈ അഡ്വാൻസ് പാർട്ടിയിലായിട്ട് പോയതാണ്. അപ്പോഴാണ് ഈ സംഭവം ദിസ് ഇൻസിഡന്റ്. അപ്പോൾ അവിടെ ഈ മൗണ്ടൻ ടെറൈൻ വെരി സ്റ്റീപ്പ് മൗണ്ടൻസ് ആൻഡ് യു വാക്ക് ത്രൂ ജംഗിൾ ട്രാക്സ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഫയറിംഗ് തുടങ്ങിയാൽ യു ഹാവ് ടു ടേക്ക് പൊസിഷൻ. അല്ലെങ്കിൽ ഇഫ് യു ആർ സ്റ്റാൻഡിങ് യു ഗെറ്റ് ഹിറ്റ്. അതായത് യു ആർ പ്രൊവൈഡിങ് എ ബിഗർ ടാർഗറ്റ് ടു ദ എനിമി. അപ്പോൾ നോർമൽ ഡ്രിൽ അത് നമ്മുടെ ടീച്ചിങ് ഇറ്റ് കംസ് നാച്ചുറലി വെൻ എവർ യു ആർ വാക്കിംഗ് ഓർ ഗോയിങ് ഇൻ ഓപ്പറേഷൻ. ഇഫ് ദർ ഇസ് എ ഫയറിംഗ് യു സ്ട്രേറ്റ് അവേ ഹിറ്റ് ദ ഗ്രൗണ്ട് ആൻഡ് ടേക്ക് കവർ. അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ ബോൾഡറോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല യു ടേക്ക് ഷീൽഡ്. അപ്പോൾ പെട്ടെന്ന് യു ഹിറ്റ് ഫസ്റ്റ് യു സ്റ്റോപ്പ് ഗിവിംഗ് എ ലാർജർ ടാർഗറ്റ്. ഇഫ് യു ഹിറ്റ് ദ ഗ്രൗണ്ട് യു ആർ ഗിവിംഗ് എ വെരി ലെസ് ടാർഗറ്റ് ആൻഡ് യു ടേക്ക് എ കവർ. അപ്പോൾ ട്രീ സാധാരണ നമ്മൾ ബിഗ് സ്റ്റോൺസ് ആൻഡ് ട്രീ എന്നാണ് പറയുക. അപ്പോൾ ട്രീ ഐ വിൽ ടെൽ യു ഹാവ് സീൻ എ കേസ് where a bullet has pierced through and through. There is a big, in those places it is the cheer trees are fir trees. That they are actually very soft wood. That tree was having a this you can say around 2.5 feet diameter. But a bullet has pierced through and through that and come and hit the person who was taking cover. Okay. Soft wood ആണ്. സാധാരണ നമ്മുടെ നാട്ടിലത്തെ ട്രീയിലൊന്നും അത്ര പെട്ടെന്ന് പോകില്ല. അല്ലെങ്കിൽ ഗെറ്റ് ഡിഫ്ലക്റ്റഡ്. ബുള്ളറ്റ് ഗോസ് അത്രയും ഒരു വിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അത് പുറത്ത് വരുമ്പോൾ അതിനത്ര അതിൽ ബാക്കി ഉണ്ടാവില്ല സ്ട്രെങ്ത്.